ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം അജ്ഞാനാതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം 1268 1300 കാലങ്ങളില് നമ്മുടെ ഇവിടെ ജീവിച്ചിരുന്ന ഒരു ഒരു വലിയ ഭക്തനായിരുന്നു വെങ്കിടദേശായി. അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരാം. അദ്ദേഹം ആനന്ദസ്പിരി എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനും അതുപോലെ തന്നെ തോണ്ടാരമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയ്ക്കുമാണ് ജനിച്ചത്. ഇവരായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും. അപ്പം ഇവർക്ക് ആദ്യം ഈ രണ്ടുപേർക്കും ആദ്യം മക്കളില്ലായിരുന്നു. അങ്ങനെ ഇവര് ഭയങ്കര വിഷമത്തില് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് പക്ഷെ ഭഗവാന്റെ വലിയ ഭക്തരായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെ ഈ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ, അതായത് വെങ്കിടാചലപതി വന്നിട്ട് ഈ ആനന്ദ സ്പെരാറിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയും, നിങ്ങള് എന്നെ കാണാൻ വരൂ, എന്നെ തിരുപ്പതിയിലോട്ട് കാണാൻ വരൂ, ഞാൻ അവിടെ ഉണ്ടാവും, എന്നെ കാണാൻ വരൂ, നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കും എന്ന് പറയും. അതുപോലെ പത്മാവതി ദേവി ഈ തോണ്ടാർ അമ്മയുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറയും, ഭഗവതി എന്നെ കാണാൻ വരൂ, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും എന്ന് പറയും. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ എവിടെ പോവും? തിരുപ്പതി പോവും, ഭഗവാനെ കാണാൻ വേണ്ടി പോവും. അങ്ങനെ തിരുപ്പതി പോയി ഭഗവാനെ കണ്ടതിന് ശേഷം ഇവര് തിരിച്ചു വരും. ഇവര് തിരിച്ചു വന്നിട്ട് ഈ തോണ്ടാറമ്മയുടെ സ്വപ്നത്തില് ഭഗവാൻ വന്നിട്ട് ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കും. അതായത് ആ ഭഗവാൻ വന്നിട്ട് ആൾട്ടറില് തിരുപ്പതിയിലെ ഓൾട്ടറിൽ ഇരുന്ന മണി, ഭഗവാന്റെ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു മണി എടുത്തിട്ട് ഈ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറയും, അത് വിഴുങ്ങാൻ പറയും. ഇങ്ങനത്തെ ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ അമ്മ അത് വിഴുങ്ങുന്നതായിട്ടും ഈ ഒരു സ്വപ്നത്തിൽ കാണും. അത് കഴിഞ്ഞ് നോക്കുമ്പോ പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു മെയിൻ അമ്പലത്തിലെ ആ ഒരു മണി അവിടെ കാണുന്നില്ല. അപ്പൊ അവിടുത്തെ പോറ്റിമാരൊക്കെ വിചാരിക്കും ഇതൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കും എന്നാണ് അവരുടെയൊക്കെ വിചാരം. പക്ഷെ ശരിക്കും പറഞ്ഞാല് ആ മണിയാണ് ഈ ഇവർക്ക് വന്നിട്ട് കുട്ടിയായിട്ട് ജനിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഭഗവാൻ തന്നെ അവിടുത്തെ മെയിൻ പൂജാരിയുടെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ആ ഒരു മണി ഒരു വലിയ ഭക്തനായിട്ട് ജനിക്കാൻ പോവാണ് എന്ന് വന്നിട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ അന്നേക്ക് 12 വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക്, അതായത് ആനന്ദസ്വരാറിനും ആനന്ദസൂരിക്കും തോണ്ടാരമ്മയ്ക്കും ഒരു മകൻ ജനിക്കും. 12 വർഷങ്ങൾക്ക് ശേഷം ഒരു മകൻ ജനിക്കും. അതായത് ഭഗവാന്റെ മണിയാണ് എന്തായിട്ട് ജനിക്കുന്നത്, ഇവർക്ക് മകനായിട്ട് ജനിക്കുന്നത്. മണി എന്ന് പറയുമ്പോ ആ മണിയുടെ ശബ്ദം കൊണ്ട് ബാക്കി ശബ്ദങ്ങളെല്ലാം ആ മണി നിശബ്ദമാക്കും. അതുപോലെ ഈ ഇവിടെ ആ കുട്ടിക്ക് അവര് പേരിടുന്നതെന്ന് പറഞ്ഞാൽ വെങ്കിട്ടനാഥ എന്നാണ് പേരിടുന്നത്. അപ്പൊ ഈ വെങ്കിട്ടനാഥയുടെ ശബ്ദം കൊണ്ട് എന്ത് സംഭവിക്കും? ആ ചുറ്റുമുള്ള ബാക്കി വെങ്കിട്ടനാഥയുടെ ഭഗവാനെ പറ്റി പറയുമ്പോ ആ ബാക്കിയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായിപ്പോ നിശബ്ദമായിപ്പോ. അങ്ങനെയാണ് ആ ഒരു മണിയാണ് പിന്നീട് വെങ്കിടനാഥയായിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിക്ക് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോ തന്നെ ആ കുട്ടിയുടെ അങ്കിള്, അതായത് അമ്മയുടെ സഹോദരനെ കീഴിലാണ് ഈ കുട്ടീനെ പഠിപ്പിക്കാൻ വിടുന്നത്. അപ്പൊ ആ സമയത്ത് ഈ കുട്ടീനെയും കൊണ്ടിട്ട് ഈ അങ്കിള് വന്നിട്ട് എല്ലാവരും കൂടെ ഒരു കലാക്ഷേപം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്, അതായത് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് നിന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ ഡിബേറ്റ് നടത്തത്തില്ല, അതുപോലെ എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ ഒരു മെയിൻ ആചാര്യനുണ്ട്. അപ്പൊ ഈ കുഞ്ഞിനെ കാണുമ്പോ തന്നെ ആ ആചാര്യൻ എന്തോ ഒരു പ്രഭ ആ കുഞ്ഞില് തോന്നും. അങ്ങനെ ആ ആചാര്യൻ ആ കുഞ്ഞിനെ വിളിച്ച് മടിയിലിരുത്തിയിട്ട്, നീ ഭാവിയിലത്തേക്കുള്ള ഒരു വലിയ ഡയമണ്ട് ആണ്, അല്ലെങ്കിൽ നീ ആണ് ഇനി ഭാവിയിലെ ആള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അങ്ങനെ ഈ ശരിക്കും പറഞ്ഞ ഈ ആചാര്യൻ വന്നിട്ട് ഒരു കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് ഒരു ബുക്കിൽ നിന്ന് ഒരു കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വേദത്തിൽ നിന്ന്. അപ്പൊ അതിനിടയ്ക്കാണ് ഇവരിങ്ങനെ കയറി വരുമ്പോ ഈ കുട്ടീനെ കാണുന്നതും പിടിച്ചിരുത്തി മടിയിലിരുത്തുന്നതും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പം എന്നിട്ട് ഇത് പറഞ്ഞു തീരുന്നതിന് ശേഷം ഇവര് എവിടെയാണോ നിർത്തിനി അവിടെ നിന്ന് തുടങ്ങണ്ടേ. അപ്പൊ അത് എവിടെയാണെന്ന് ഈ ആചാര്യന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ആചാര്യൻ
ആ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കും നമ്മൾ എവിടെയാണ് നിർത്തിയത്. എന്നാൽ അവർക്കും കറക്റ്റ് ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല. അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അവർക്കും അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല എവിടെയാണ് നിർത്തിയതെന്ന്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും എവിടെയാണ് നിർത്തിയെന്ന് ഇവർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഈ മടിയിലിരുന്ന ആ ഒരു കുട്ടി, അതായത് വെങ്കിട്ടനാഥ് വന്നിട്ട് കറക്റ്റ് ആയിട്ട് എവിടെയാണ് നിർത്തിയതെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ എന്താണ് അദ്ദേഹം പറഞ്ഞു നിർത്തി ആ ഒരു വരി, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു നിർത്തിയ ഒരു വരി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് അവിടെ ഇരുന്ന എല്ലാവരും, ഈ കുട്ടിയുടെ അമ്മാവനും എല്ലാവരും ഈ ആചാര്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ ഓസ്പിഷ്യസ് ആയി, ഇവൻ വളരെ എന്താണ് ഭാവിയിലേക്ക് ഇവന്റെ ശബ്ദം തന്നെ ഭയങ്കരമായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ആ ആചാര്യൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു വിടും. അങ്ങനെ എന്നിട്ട് ആ ആചാര്യൻ പറയും, എന്റെ കീഴിൽ ശിഷ്യത്വം സ്വീകരിക്കാൻ ഈ കുഞ്ഞിനെ വിടാൻ പറയും. പക്ഷെ കുട്ടിക്ക് 5 വയസ്സല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അങ്ങനെ സമ്മതിക്കത്തില്ല. കുറച്ചും കൂടെ വലുതായിട്ട് ഈ ശിഷ്യത്വം സ്വീകരിക്കാൻ വിടാമെന്ന് പറയും. അങ്ങനെ ആ കുട്ടിക്ക് 5 വയസ്സ് തൊട്ട് അവന്റെ അച്ഛനും അമ്മയും ഈ അമ്മാവന്റെ കീഴിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള എന്താണ് കലകൾ പഠിപ്പിച്ചു കൊടുക്കും. നാടകം, കാവ്യം, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള കലകളിലെ കുട്ടി ആ ഒരു വയസ്സിൽ തന്നെ എന്താണ് അതിലെല്ലാത്തിലും ആ കുട്ടി നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ആണ് വലുതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ശിഷ്യനാവാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിന്റെ കീഴിൽ വിടുന്നത്. അവിടെ നിന്നും വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച് വലിയൊരു ആചാര്യനായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ കിട്ടുന്ന പേരാണ് വെങ്കിട ദേശായി എന്ന് പറയുന്നത്, ദേശിക എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം എവിടെ ഡിബേറ്റിന് പോയാലും, ഏത് സ്ഥലത്ത് പോയാലും, എവിടെ സംസാരത്തിനൊക്കെ പോയാലും അവിടെ അദ്ദേഹം ജയിച്ചിട്ട് വരും. ഇനി എത്ര ടഫ് ആയിട്ടുള്ളതായാലും അദ്ദേഹം ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കും, തനിക്ക് ദീക്ഷ തരാൻ ചോദിക്കാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണനെ കൊണ്ട് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഈ ബ്രാഹ്മണന്റെ അടുത്ത് ഇങ്ങനെ പറയും, എന്താണ് ലക്ഷ്മി ദേവിക്ക് 3 സ്തുതികൾ ഇദ്ദേഹം സ്തുതിക്കും. ഈ വെങ്കടദേശായി ലക്ഷ്മി ദേവിക്ക് 3 സ്തുതികൾ സ്തുതിക്കും. ആ സമയം ഇദ്ദേഹം സ്തുതിച്ച് തീരുന്നതും ആ സമയത്ത് അവിടെ വലിയതായിട്ട് കോയിന്, അതായത് സ്വർണ്ണ കോയിന് കൊണ്ടുള്ള മഴ പെയ്യാൻ തുടങ്ങും. അപ്പൊ അത് പെയ്തതും ഈ ബ്രാഹ്മണന് ആവശ്യമായിട്ടുള്ള കാശ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ അദ്ദേഹത്തിന്റെ ഈ വെങ്കിടദേശായിയുടെ മഹത്വം ആ ഗ്രാമം മുഴുവൻ, അവിടെ ആ സ്ഥലം മുഴുവൻ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത്. ഒരു ആചാര്യൻ വന്നിട്ട് ഇദ്ദേഹത്തിനെ വെല്ലുവിളിക്കും. അതായത് രാത്രി മിഡ് നൈറ്റ് ആ ഒരു ടൈമിന്, ആ രാത്രിക്കുള്ളില് എന്താണ് 1000 ശ്ലോകങ്ങൾ ഇദ്ദേഹം രചിക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വെല്ലുവിളിക്കും. പക്ഷെ പിറ്റേന്ന് രാവിലെ ഇദ്ദേഹം വന്ന് നോക്കുമ്പോ ആ 1000 ശ്ലോകങ്ങളും ഈ വെങ്കിടദേശായി രചിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഭഗവാന്റെ മണിയല്ലേ, ഭഗവാന്റെ കയ്യിരിക്കുന്ന ഭഗവാന് ഇത് ചെയ്തോണ്ടിരുന്ന മണിയല്ലേ, അദ്ദേഹത്തിന് എന്തും നിഷ്പ്രയാസമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങൾ അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഫുള്ള് സേവനം നടത്തി. അതുപോലെ തന്നെ ഇതുപോലെ ഓരോ ആൾക്കാരുടെ മുമ്പിൽ പോയി ഇങ്ങനെ സംവാദമൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ അവസാന കാലവും അങ്ങനെ തന്നെ അദ്ദേഹം ജീവിച്ചു തീർക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇതാണ് വെങ്കിടദേശായിയുടെ കഥ വന്നിട്ട്. അങ്ങനെ അത് അവിടെ അവസാനിക്കുകയാണ്. അടുത്തത് വന്നിട്ട് നമ്മുടെ വൃന്ദാവനത്തില് ഭഗവാൻ വന്നിട്ട് മധുരയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത്, അതായത് വൃന്ദാവനത്തിലെ ലീലകളൊക്കെ അവസാനിപ്പിച്ച് മധുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിൽക്കുകയാണ്. അപ്പൊ മധുരയിലേക്ക് പോകുമ്പോ മധുരാവാസികളെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള സമയമാണ്. അവര് വന്നിട്ട് ചുറ്റും വിളക്കൊക്കെ കത്തിച്ച് വെച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി അവര് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. കാരണം ആരാണ്, തങ്ങൾ ഇത്രയും വർഷം കാത്തിരുന്ന ആള് തിരിച്ചു വരികയാണ് തങ്ങളുടെ അടുത്തേക്ക്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ വൃന്ദാവനവാസികളെ സംബന്ധിച്ച് അത് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യമാണ്. കാരണം തന്റെ കണ്ണൻ പോകുന്നു എന്നറിയുമ്പോ തന്നെ അവർക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പ്രത്യേകിച്ചും യശോദാമ്മയ്ക്കും ഗോപികമാർക്കും എല്ലാവർക്കും
അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. അപ്പം ഭഗവാൻ വന്നിട്ട് ഇവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് യശോദാമ്മയുടെ അടുത്തൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോവാണ്, മധുരയിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? നന്ദബാബര് നന്ദബാബരും കുറച്ച് ഗോപാലന്മാരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ വന്നിട്ട് കംസനുമായിട്ട് യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞ് ദേവകിയും വസുദേവരെയും മോചിപ്പിക്കുകയാണ്. ഇപ്പൊ തന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അവര് ഭഗവാൻ കാണുകയാണ്. കണ്ടിട്ട് ഭഗവാൻ പറയാണ്. അപ്പം നന്ദഗോപരെയൊക്കെ ആ സമയത്ത് വളരെ നന്നായിട്ട്, അതായത് രാജകീയമായിട്ടുള്ള രീതിയിലാണ് അവർ സൽക്കരിച്ച് അവിടെ അത്രയും ദിവസം അവിടെ നന്ദഗോപുരം മാത്രമല്ല ഭഗവാന്റെ കൂട്ടുകാരെയും അത്രയും നന്നായിട്ടാണ് അവരവിടെ സേവിച്ചത്, സൽക്കരിച്ചിരുത്തിയത് ആ ഒരു കൊട്ടാരത്തില്. അപ്പം അത് കഴിഞ്ഞ് ഭഗവാൻ വന്നിട്ട്, പക്ഷെ നന്ദഗോപുരെ സംബന്ധിച്ച് താൻ ഇത്രയും വർഷം സ്വന്തം മകനായിട്ട് വളർത്തിയ കുഞ്ഞ് താൻ വരും വളർത്തച്ഛനായി പോയല്ലോ, അല്ലെങ്കിൽ അത് തന്റെ വളർത്തു മകനായി പോയല്ലോ എന്ന വിഷമം നന്ദഗോപുരെ സംബന്ധിച്ച് വളരെ വലുതായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഭഗവാൻ വന്നിട്ട് ഇനി നന്ദഗോപുരക്ക് പോവാൻ സമയമായി. അപ്പം ഭഗവാൻ വന്നിട്ട് നന്ദഗോപുരെ കാണാൻ വേണ്ടിയിട്ട് വരാണ്. അതിനു മുമ്പ് വസുദേവർക്കും ദേവകി മാതയ്ക്കും വന്നിട്ട് ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാരണം തന്റെ കൃഷ്ണനെയും ബലരാമനെയും ഇത്രയും വർഷം നന്നായിട്ട്, അതായത് ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ ഇത്രയും നന്നായിട്ട് വളർത്തിയത് അവരായിരുന്നു. അതുകൊണ്ട് അവരടുത്ത് എത്ര നന്ദി പറഞ്ഞാലും അവർ രണ്ടുപേരും നന്ദബാബറുടെ കാലിലേക്ക് സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയാണ്. അപ്പം നന്ദബാബർക്ക് പോവാൻ സമയമായ സമയത്ത് പോവാൻ ടൈം ആയപ്പോഴത്തേക്കും ഭഗവാൻ വന്നിട്ട് ഇങ്ങനെ നന്ദഗോപനെ കാണാൻ വേണ്ടിയിട്ട് വരാണ്. അപ്പൊ ആ ഒരു ടൈം ഇനി ഭഗവാൻ വന്നിട്ട് വൃന്ദാവനത്തില് എന്താണ് ഗോപാലനല്ലേ, അപ്പൊ അതുകൊണ്ട് കാലിയെ മീക്കുന്ന ആ ഒരു വസ്ത്രമൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പം അതെല്ലാം മാറി ഒരു രാജകുമാരന്റെ ലുക്കിൽ, അതായത് സ്വർണ്ണമൊക്കെ ഇട്ട ഒരു രാജകുമാരന്റെ ഒരു ഇതില് ഭഗവാൻ വരാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നന്ദഗോപുര് പറയാണ്, നിനക്ക് ഇതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്, പക്ഷെ ഇതിനെക്കാളും എന്നിട്ട് നന്ദഗോപുര് പറയാണ്, ഇനി ഈ അച്ഛന് നിന്നെ വന്നിട്ട് പെട്ടെന്ന് എടുത്ത് മടിയിലിട്ടാനും അതുപോലെ തന്നെ എന്താണ് കളിപ്പിക്കാനും താലോലിക്കാനും ഒന്നും ഇനി എനിക്ക് പറ്റില്ലല്ലോ എന്നിങ്ങനെ വിഷമം പറയാണ്. അപ്പൊ ഭഗവാന്റെ മനസ്സ് നിറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ വന്നിട്ട് അത് പുറത്ത് കാണിക്കുന്നത്. ഭഗവാൻ വന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അച്ഛാ എനിക്ക് ഇനി എന്താണ് ഇഷ്ടം പോലെ കുറച്ച് ദൗത്യം എനിക്ക് ഇനി ഇല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് വന്നോളാം. കാരണം ഇനി എത്രയോ പേരെ എനിക്ക് നന്നാക്കാൻ ഇരിക്കുന്നു അച്ഛാ, അങ്ങ് വിഷമിക്കരുത്. എന്താണ് അങ്ങ് യശോദാമാതേനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനും അങ്ങ് കുറച്ചു നേരം നന്ദബാബൻ സംസാരിക്കുക. അവസാനമായിട്ട് തന്റെ മകനെ അതായത് വളർത്തു മകനെ ഭഗവാനെ കണ്ടിട്ട് ഭഗവാനെ കെട്ടിപ്പിടിക്കുകയാണ്, ഉമ്മ കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നന്ദബാബര് വൃന്ദാവനത്തിലോട്ട് പോവാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് വൃന്ദാവനത്തിലെ ഒരു ലീല പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭഗവാന്റെ ഒരു ലാസ്റ്റ് ടൈം പറഞ്ഞത്. അപ്പൊ വൃന്ദാവനത്തില് ഭഗവാന് ഇവരല്ലാതെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഭഗവാന്റെ ഗോപികമാരാണ്. അതില് പ്രത്യേകിച്ച് രാധാറാണി. പക്ഷെ രാധാറാണിയും ഭഗവാനും രണ്ട് ശരീരമാണെങ്കിലും അവർ ഒരേ ആത്മാവാണ്. അപ്പം ഗോപികമാര് വന്നിട്ട് ഭഗവാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. അപ്പൊ കാരണം ഭഗവാൻ ഏറ്റവും കൂടുതൽ ലീലകൾ ആടിയതും ഗോപികമാരുടെ കൂടെയായിരുന്നു. ഗോപികമാരുടെ വസ്ത്രം എടുത്തോണ്ട് പോവാ, വെണ്ണ കട്ട് തിന്ന, അങ്ങനെ ഏറ്റവും കൂടുതൽ ഭഗവാനോട് എൻജോയ് ചെയ്തത് ഗോപികമാരുടെ കൂടെയായിരുന്നു. അപ്പം അതിനൊരു ഗോപികയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഒരിക്കൽ ഭഗവാൻ വന്നിട്ട് എല്ലാ ഗോപികന്മാരുടെ വീട്ടിൽ പോയിട്ട് വെണ്ണ കട്ട് തിന്നും. കാരണം ഭഗവാന്റെ വീട്ടിൽ വെണ്ണ ഇല്ലാത്തത് കൊണ്ടല്ല, ഭഗവാന്റെ വീട്ടിൽ വന്നിട്ട് 9 ലക്ഷം പശുക്കളാണ്. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന വെണ്ണ, പാൽ, അതിന്റെ എന്താണ് ക്വാണ്ടിറ്റി നമുക്കറിയാൻ പറ്റും. എന്നാലും ഭഗവാൻ എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് വെണ്ണ കട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും ഭഗവാന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഉള്ളിലെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഭഗവാന് വെയിറ്റ് ചെയ്ത് വേണ്ടിയിരിക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് വെണ്ണയൊക്കെ കട്ട് തിന്നുന്നത്. അങ്ങനെ
ഭഗവാൻ ഒരു ഗോപികയുടെ വീട്ടിൽ പോയിട്ട് വെണ്ണ കട്ട് തിന്നെയാണ്. അപ്പൊ ആ ഗോപികയ്ക്ക് വന്നിട്ട് ഭഗവാൻ വരുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഗോപിക അന്ന് ഭഗവാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറയും, കൃഷ്ണ, ഇന്ന് എന്റെ വീട്ടിലൊരു ഉത്സവം നടക്കുകയാണ്, നീ ഇങ്ങോട്ടേക്ക് വരണ്ട, നീ കുറച്ച് കഴിഞ്ഞ് വരാൻ പറയും. അപ്പം ഭഗവാൻ വിചാരിക്കുന്നത് ഞാൻ ഇല്ലാത്തൊരു ഉത്സവം ഇവിടെ നടക്കുമോ എന്ന് ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് ഈ ഗോപിക പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞതിന് മുമ്പ് ഗോപിക പെട്ടെന്ന് കുറെ വാഴയില്ല ഇതൊക്കെ എടുത്ത് ആ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അലങ്കരിച്ച് വെക്കുകയാണ്. അപ്പം എന്നിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്, ആരാണ് ആ ആചാര്യൻ അങ്ങ് വിളിച്ച ഉത്സവം? നമ്മളിങ്ങനെ എന്തെങ്കിലും ചടങ്ങൊക്കെ നടക്കുമ്പോ ഒരു മെയിൻ ആചാര്യനെ വിളിക്കില്ലേ, അത് ആരാണെന്ന് ചോദിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ആരെയും വിളിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തൊട്ടടുത്തുള്ള രാജ്യത്തെ ഒരു തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ഒരു ആചാര്യന്റെ പേര് പറയും. അപ്പൊ ഭഗവാൻ പറയും, ശരി എന്നാ അദ്ദേഹത്തിന്റെ അടുത്ത് പെട്ടെന്ന് പറയാൻ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വന്നിട്ട് പെട്ടെന്ന് പോയി ആ ആചാര്യനെ കാണും. എന്നിട്ട് പറയും, ഈ അങ്ങ് ഇതുപോലെ ഇന്ന വീട്ടില് വരാന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരാൾ മരിച്ചുപോയി, അതുകൊണ്ട് അങ്ങ് അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയും. അപ്പം ഈ ആചാര്യൻ വന്നിട്ട്, ആചാര്യൻ ശരിക്കും അവര് വിളിച്ചിട്ടില്ല, അപ്പൊ ആചാര്യൻ ചിലപ്പോ ഞാൻ മറന്നുപോയതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ശരി എന്ന് പറയും. എന്നിട്ട് ഭഗവാൻ വന്ന് ഈ ഗോപികയുടെ അടുത്ത് പറയും, ആ ആചാര്യന് വരാൻ പറ്റില്ല, അതുകൊണ്ട് ആചാര്യൻ എന്റെ അടുത്ത് പൂജ ചെയ്തോളാൻ പറയും. ആ ആചാര്യൻ എന്തോ പരിക്ക് പറ്റി, അതുകൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ അടുത്ത് പൂജ ചെയ്യാൻ പറയാന്ന് പറയും. അപ്പം ഈ ഗോപിക ഇതെല്ലാം കണ്ടിട്ട് ഞെട്ടിരിക്കുകയാണ്, ശരിക്കും ആചാര്യനെ വിളിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഭഗവാൻ പെട്ടെന്ന്, ഭഗവാൻ ഇങ്ങനെ ഒന്നും വരില്ല, ഭഗവാൻ എന്ത് കോളാണ് ചെയ്യുന്നത്, ആ സമയത്ത് ഫോണൊന്നുമില്ല, എന്നാലും ഭഗവാൻ ഇങ്ങനെ ഒരു വിരൽ ഇങ്ങനെ നൊടിച്ചപ്പോഴത്തേക്ക് 2000 കൂടുതൽ ഗോപാലന്മാര് ആ ഒരു വീട്ടിലോട്ട് കയറി വരാണ്. ശരിക്കും പറഞ്ഞാ ഒരു കൃഷ്ണനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോപിക ഇത്രയും വലിയ കള്ളം പറഞ്ഞത്. എന്നാൽ ഇപ്പം 2000 കൂടുതൽ പേര് ആ വീട്ടിലുണ്ട്. എന്നിട്ട് ഭഗവാൻ പറയാണ് പെട്ടെന്ന് ആ ഡീറ്റിനെ, അതായത് ആ വിഗ്രഹത്തിനെ എടുത്തോണ്ട് വരാൻ പറയണം. അപ്പം ഒരു സാളഗ്രാമം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു കൊടുക്കാണ്. എന്നിട്ട് പറയാണ്, ഇനി ഞാൻ ചെയ്യുന്ന സ്പെഷ്യൽ അഭിഷേകമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്പെഷ്യൽ അഭിഷേകമാണെന്ന് പറയും. എന്നിട്ട് ഭഗവാൻ തന്നെ 8 കൈ ഫോം ചെയ്യും, ഭഗവാന്റെ ഉള്ളിൽ നിന്ന് 8 കൈ വരും. ഭഗവാൻ തന്നെ മൃദംഗം അടിക്കും, ഭഗവാൻ തന്നെ കർത്താൽ കൊട്ടും, ഭഗവാൻ തന്നെ പാട്ടുപാടും, ഭഗവാൻ തന്നെ ശംഖൂതും, ഭഗവാൻ തന്നെ എല്ലാം ചെയ്യും, ഭഗവാൻ തന്നെ അഭിഷേകവും ചെയ്യും. എന്നിട്ട് ഭഗവാൻ ആദ്യം തൈരിന്റെ ഇതെടുത്ത് ജസ്റ്റ് ആ ഡീറ്റിക്ക് ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ട് ബാക്കി ഭഗവാൻ കുടിക്കും. അടുത്ത് നമ്മുടെ പഞ്ചാമൃതം എടുക്കും, കുറച്ച് ആ ഡീറ്റിക്ക് ഒഴിക്കും, ബാക്കി ഭഗവാൻ കുടിക്കും. അതുപോലെ തേന്, നെയ്യ്, വെണ്ണ ഇതെല്ലാം ചെറുതായിട്ട് ആ ഡീറ്റിക്ക് തൊട്ടിട്ട്, ഒന്ന് തൊട പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ബാക്കിയെല്ലാം ഭഗവാനാണ് കുടിക്കുന്നത്. എന്നിട്ട് അവസാനം ഇവരോട് പറയും, വെള്ളം കൊണ്ടുവരാൻ പറയും. അങ്ങനെ വെള്ളം കൊണ്ടുവരും. വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഈ ഡീറ്റിനെ വെള്ളം കൊണ്ടാണ് ഇതിനെ അതായത് ആ വിഗ്രഹത്തിനെ കഴുകുന്നത്. അപ്പം ചോദിക്കും, അപ്പൊ ഈ മാതാജി ചോദിക്കും, ഗോപിക ചോദിക്കും, എന്താണ് കർണ, നീ എല്ലാ അതായത് കൊണ്ടുവന്ന എല്ലാ വസ്തുക്കളും നീ തന്നെയാണ് കുടിച്ചത്, പിന്നെ ഈ വെള്ളം മാത്രം എന്തിനാണ് ബാക്കി വെച്ചതെന്ന് ചോദിക്കും. അപ്പം പറയും, ഭഗവാൻ പറയും, ഈ വെള്ളം ഞാൻ കുടിച്ചാൽ നിങ്ങൾക്ക് ചർണാമൃതം വേറെ ആരും എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഈ വെള്ളം നിങ്ങൾക്ക് ചർണാമൃതമായിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ബാക്കി വെച്ചതെന്ന് പറയും. എന്നിട്ട് ഈ ആ ഗോപികയുടെ ഹസ്ബൻഡ് വന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. കാരണം ഭഗവാൻ എന്തെങ്കിലും ഒരു വെണ്ണയോ പാല് കൊടുത്തിട്ട് അങ്ങ് വിട്ടാ പോരായിരുന്നു, നീ എന്തിനാണ് ഇങ്ങനത്തെ കള്ളം പറയാൻ? ഇനി അടുത്ത് ഭഗവാൻ പറയും, എന്താണ് ഫുഡ് കൊണ്ടുവരാൻ പറയും, അടുത്ത് ഇവരെല്ലാരെയും പ്രസാദം കൊണ്ടുവരാൻ പറയും, അടുത്ത് ഇവരെല്ലാവരും ഈ 2000 ആൾക്കാരെയും ഭക്ഷണം കൊടുക്കണം, അത് കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കണം, സ്വർണം കൊടുക്കണം, ഇനി നമ്മുടെ കയ്യിൽ ഇതിനൊക്കെ എവിടെയാണ് പൈസ എന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ തന്നെ പറയും, നിങ്ങളുടെ അപ്പൊ എന്നിട്ട് അപ്പം ഉള്ള സത്യം അങ്ങ് പറയാം എന്ന് പറയാണ്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ പൂജാരി ആയിട്ടിരുന്നിട്ട് ഭഗവാൻ പറയാണ്, വെണ്ണ എടുത്തോണ്ട് വരൂ എന്ന് പറയാണ്. അപ്പം സോറി, പ്രസാദം എടുത്തോണ്ട് വരൂ എന്ന് പറയാണ്. അപ്പൊ ഈ ഗോപിക ഹസ്ബൻഡ് വന്നിട്ട് ഭഗവാന്റെ കാല് വീട് ക്ഷമ ചോദിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പം പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും ഈ പൂജ പകുതിക്ക് ഇട്ടിട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് യോഗമായി തന്നെ അളവ് ഒറ്റ കണക്കിനുള്ള ഭക്ഷണവും സ്വർണവും ഈ 2000 പേർക്ക് കൊടുക്കാനുള്ള
ദക്ഷിണയും ഇതെല്ലാം കൊണ്ടുവരും. അപ്പൊ ഇവരെല്ലാവരുടെ വയറ് നിറയും. എന്നിട്ട് ഭഗവാൻ തന്നെ ആ ഒരു ഗോപികയ്ക്കും ഭർത്താവിനും ഫുഡ് ഭഗവാൻ തന്നെ വിളമ്പി കൊടുക്കും, അവരും കഴിക്കും. അത് കഴിഞ്ഞ് ഈ ഭഗവാൻ തന്നെ എന്നിട്ട് പറയും പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ അടുത്ത ആഴ്ച അടുത്ത പൂജയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പോവാണ്. അപ്പം ഈ ഗോപികയുടെ ഹസ്ബൻഡ് ഭർത്താവ് പറയും, നീ എന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാന്ന്. പക്ഷെ അവര് ഭഗവാനെ കളിപ്പിക്കാൻ നോക്കിയാണ്. പക്ഷെ അവർക്കറിയില്ല ഇത് കണ്ടുപിടിച്ചത് തന്നെ ഭഗവാനാണെന്ന് അവർക്കറിയാം. ഹരേ കൃഷ്ണ.